ഈ ഒരു വീഡിയോ ഞാൻ കുറേ ദിവസം മുന്നേ എടുത്തു വെച്ചതായിരുന്നു കേട്ടോ. കുറേ ദിവസം എന്ന് പറഞ്ഞാൽ കുറേ നാളായി. അപ്പോൾ നമ്മൾ കുറച്ച് അമ്പലങ്ങളിലൊക്കെ കുറേ നാളായിട്ട് പോകണം എന്ന് വിചാരിച്ചിരുന്ന അമ്പലങ്ങളിലൊക്കെ ഇന്ന് പോകാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് പോയത്. അപ്പോൾ കലഞ്ഞൂർ അമ്പലം പ്ലാനിലില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആ വഴി പോയപ്പം അമ്പലത്തിലും കൂടെ കയറി തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ച് കലഞ്ഞൂർ അമ്പലത്തിലാട്ടോ ആദ്യം ചെന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 6 മണിക്ക് നമുക്ക് വീട്ടിൽ നിന്ന് പോകണമെന്നാട്ടോ വിചാരിച്ചേ. പക്ഷേ നമ്മളെല്ലാവരും എഴുന്നേറ്റപ്പോൾ തന്നെ 6 മണിയായിരുന്നു. ഉറങ്ങിയപ്പം എഴുന്നേക്കാൻ ഇത്തിരി താമസിച്ചു പോയി കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുതിട്ട് ഇറങ്ങി. ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പം ഒരുപാട് തിരക്കൊക്കെ കാണുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു. നല്ലതായിട്ടൊക്കെ തൊഴുതിട്ട് ഇറങ്ങാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ കലഞ്ഞൂർ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഇനി ഇവിടുന്ന് നേരെ പോകുന്നത് നമ്മൾ മലയാലപ്പുഴ അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയാണ് ഇതൊക്കെ. റോഡിലൊന്നും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ചെറുതായിട്ട് ഇങ്ങനെ മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ പോകുന്ന വഴിയിൽ 2 സൈഡിലും ഇങ്ങനെ കവറിൽ കെട്ടി വെച്ചേക്കുന്നുണ്ടോ, ഇങ്ങനെ നെറ്റിട്ടിട്ട്. അത് റംബുട്ടാൻ്റെ മരം കേട്ടോ. അങ്ങ് വരെയും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ ചെന്നു. പക്ഷേ അമ്പലത്തിൽ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ ഒത്തിരി നേരം ക്യൂ നിന്നിട്ടാണ് അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ 2-3 അമ്പലത്തിൽ പോകാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ ഇന്ന് ഇറങ്ങി. അങ്ങനെ മലയാലപ്പുഴ അമ്പലത്തിൽ നിന്ന് അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവിടുന്ന് പോവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് അമ്പലത്തിനടുത്ത്, മലയാലപ്പുഴ അമ്പലത്തിനടുത്ത് ഒരു കാവ് പോലൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയത്. പിന്നെ അവിടുന്ന് എണ്ണയും തിരിയൊക്കെ മേടിച്ചിട്ട് നമ്മൾ ആ അമ്പലത്തിലേക്ക് കയറി. അവിടുന്ന് നമ്മൾ പിന്നെ തൊഴുതിട്ട് ഇറങ്ങി കേട്ടോ. അമ്പലത്തിലൊന്നും ഫോൺ അലൗഡ് അല്ലല്ലോ. അപ്പോൾ ഞാൻ അവിടുത്തെ ഒന്നും വീഡിയോസ് എടുത്തില്ല. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ തിരിച്ച് ഇനി നമ്മൾ കല്ലേലി അപ്പൂപ്പൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. ഈ ഒരു അമ്പലത്തിലേക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു പോകണമെന്നുള്ളത്. അപ്പോൾ പണ്ട് നമ്മൾ പോവുമായിരുന്നു. ഇപ്പോൾ കുറേ നാളായി പോയിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകട്ടോ. അവിടോട്ട് പോകുന്നിടം ഫുള്ള് വനമാണ്. അപ്പോൾ നല്ല രസമാണ്. നമ്മൾ ഈ കാടിൻ്റെ നടുക്കൂടാട്ടോ പോകുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട് സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഈ വനത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കുറേ ദൂരത്തേക്ക് നല്ല കാടാണ് കേട്ടോ. അപ്പുറം നല്ല വലിയ വനമാണ്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ പോകുമ്പോൾ കുറച്ച് ദൂരം ചിലപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു അമ്പലം കാണാൻ പറ്റും. നല്ലൊരു അമ്പലമാണ് കേട്ടോ. പക്ഷെ നമ്മളവിടെ കയറിയില്ല. നമ്മൾ നേരെ കല്ലേലിയിലേക്കാണ് കേട്ടോ പോയത്. നിങ്ങളിവിടെ പോയിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും പോയിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ. ഭയങ്കര പോസിറ്റീവ് വൈബാണ് അവിടെ. നമ്മളെന്തോ സ്ട്രെസ് റിലീഫാണ് അവിടെ ചെല്ലുമ്പോൾ. നമ്മൾ ഒന്നിനെ പറ്റി ഓർക്കില്ല. ഭയങ്കര ഒരു കാമായിട്ടുള്ള, നമുക്കൊരു ഭയങ്കര റിഫ്രഷ് ആവുന്നൊരു സ്ഥലമാണ് കേട്ടോ. അവിടുത്തെ ഒരു ആംബിയൻസും അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് അങ്ങനൊരു തോന്നലുണ്ടാവുന്നത്. അപ്പോൾ ഇതൊരു പുഴയുടെ സൈഡിലാണ് കേട്ടോ ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അവിടെ താഴെ കൂടെ ആറാണ് ഒഴുകുന്നത്. അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ഇവിടെ ഫോണൊക്കെ അലൗഡാണ്. വീഡിയോസ് എടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ ഇതുപോലെ കൊച്ചു കുട്ടികളുടെ കൈകുട്ടിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ തൊഴുതിട്ടൊക്കെ ഇറങ്ങിയിട്ട് അതൊക്കെ കണ്ട് ഒരുപാട് സമയം അവിടെ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിലാണ് കേട്ടോ. കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവെന്നാണ് കേട്ടോ ഇവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ നമ്മുടെ എന്തൊരു ആഗ്രഹവും ഇവിടെ വന്ന് അപ്പൂപ്പനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കല്ലേലി അപ്പൂപ്പനത് നടത്തിത്തരും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. എല്ലാവരും ഭയങ്കര വിശ്വാസത്തോടെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ പൊങ്കാലയൊക്കെ ഇടാറുണ്ട്. പിന്നെ വെറ്റയും പാക്കും ഒക്കെ ഇവിടെ മുറുക്കാനായിട്ട് സമർപ്പിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് വഴിപാടുകൾ ഇവിടെ സമർപ്പിക്കാറുണ്ട് കേട്ടോ. ഞാനിവിടെ പണ്ടങ്ങാണ്ട് ഒരു പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അന്ന് ഇങ്ങനെയുള്ള ഒരു അനുഭവമൊന്നും എനിക്കുണ്ടായില്ലായിരുന്നു. ഇങ്ങനെ ഈ ആറിൻ്റെ സൈഡിലോട്ടൊന്നും വരിക അതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അന്നത്തെ എക്സ്പീരിയൻസിൽ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ ഉണ്ടായത്. അങ്ങനെ പിന്നെ മീനെയൊക്കെ കണ്ടിട്ട് അവിടുന്ന് നേരെ മുകളിലേക്ക് കയറി. അപ്പോൾ ഈ ഒരു ഇത് ഫുള്ള് ഓരോ പ്രതിഷ്ഠകളാണ് കേട്ടോ. നമുക്കതെല്ലാം ഇങ്ങനെ കണ്ട് തൊഴുത് ഭയങ്കര ഒരു കാമാവും. നമ്മുടെ മൈൻഡ് ഭയങ്കര റിലാക്സ് ആവും കേട്ടോ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക്. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മളവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഈ പോകുന്ന ചുറ്റിനും കാടാണ്. കാടിൻ്റെ നടുക്കാണ് അമ്പലം. അപ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് മഴയൊക്കെ പെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് നല്ല രീതിക്ക് മഴയായിരുന്നു. അങ്ങനെ പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ പുനലൂർ തൂക്കുപാലത്തിലൊക്കെ കയറിയായിരുന്നു. അപ്പോഴത്തേക്കൊക്കെ മഴ മാറി വെയിലായിരുന്നു കേട്ടോ. നല്ല പൊരി വെയിൽ കാരണം പാലത്തിൽ കൂടെ നടക്കാൻ പോലും വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഇറങ്ങിയിട്ട് പിന്നെ അങ്ങ് തിരിച്ച് പോവാട്ടോ ചെയ്തേ. അങ്ങനെ കൊട്ടാരക്കര ആവാറായപ്പോഴത്തേക്ക് നമ്മളൊരു സ്ഥലത്ത് കുറേ നല്ലിങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഇരിക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് മേടിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ ഇറങ്ങി. അവിടെ നമ്മൾ കുറച്ച് മേടിച്ചു. നല്ല മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആയിരുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ ഷോർട്സ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട്